കോടതിയിലേക്ക് പോയതിനു ശേഷമാണ് ഇപ്പോൾ നീതി ലഭ്യമാകുന്ന രീതിയിലേക്ക് ഒരു ഇടപെടൽ കോടതിയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു നിർദ്ദേശമായി ഇപ്പോൾ കോടതി കേസെടുക്കണം എന്ന ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത്. എന്താണ് പ്രതികരിക്കാനുള്ളത്? മറുപടി. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മള് സാധാരണക്കാരെല്ലാം പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം പോലീസ് സ്റ്റേഷനിലല്ലേ പോവാ. അപ്പൊ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു നീതി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ അവിടുന്ന് അത് കിട്ടാതാവുക എന്ന് പറയുമ്പോ വല്ലാത്ത നിരാശയും വേദനയും ഒക്കെയാണ് ഉണ്ടാവുക. നമ്മൾ പിന്നെ വേറെ എവിടെയാണ് പോയിട്ട് പറയുക? അപ്പൊ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി പറഞ്ഞിട്ട് കഴമ്പില്ലാത്ത പരാതിയാണെന്ന് പറഞ്ഞ് ഒരു കഴമ്പില്ലാത്ത പരാതി കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുന്ന രീതിയിലാണ് പിന്നീട് ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ. ഞാൻ കൊടുത്ത പല പരാതി മാത്രം എല്ലാ പരാതികളും എടുത്തില്ല എന്ന് തന്നെ പറയാം. അപ്പോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് നമുക്ക് പിന്നെ കോടതിയെ മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ. അപ്പോ കോടതിയിൽ പോയപ്പോ എനിക്ക് അതിനുള്ളൊരു നീതി കിട്ടി. അത് അന്വേഷിക്കാൻ ഉത്തരവിട്ടല്ലോ. അതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം, സമാധാനം. പക്ഷെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ നടക്കുന്നതിൽ ഭയങ്കര അനീതിയുണ്ട്. അത് ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമല്ല, നമ്മുടെ ഈ സമൂഹം മൊത്തം ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ സ്റ്റേഷൻ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച് ആണല്ലോ അവിടുത്തെ സ്റ്റേഷൻ അധികാരി. കേട്ടില്ല എന്നാണോ അതോ കൃത്യമായിട്ട് കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് എന്റെ മൊഴി പറഞ്ഞതാണ്. മറ്റു പലരുടെയും മൊഴി എടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുപോലെ തന്നെ പ്രതികളുടെ ആരോപിതരുടെ മൊഴികൾ വരെ എടുത്തു. FIR പോലും ഇടാതെയാണ് എല്ലാവരുടെയും മൊഴികൾ എടുത്തത്. അത് തന്നെ തെറ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നിയമം അങ്ങനെയല്ല പറയുന്നത്. അപ്പോൾ അത് തന്നെ തെറ്റായിട്ടുള്ളൊരു നടപടിയായിരുന്നു എടുത്തിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. എന്നിട്ട് റിപ്പോർട്ട് വരുന്നത് വളരെ വ്യത്യാസമുള്ള റിപ്പോർട്ടാണ് വരുന്നത്. പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സാധാരണക്കാരൊക്കെ ഞാൻ വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അവിടെ ഇനി പോലീസിനേറ്റ ഒരു തിരിച്ചടിയാണ് പോലീസിനെ സംബന്ധിച്ച്. അപ്പോൾ എന്തായിരിക്കാം ഇനി പോലീസിന് ഈ ഉത്തരവ് ലഭിക്കുമ്പോഴുള്ള ആത്മാർത്ഥതയോടുകൂടി ഇതൊരു കേസ് നടപടികൾ FIR പറഞ്ഞ കുറ്റകൃത്യങ്ങൾ അനുസരിച്ചൊക്കെ ആണെങ്കിൽ വർഗീയ പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ നിലയിലേക്കുള്ള ഒരു FIR അടക്കം ഈ കേസിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? പൂർണ്ണമായും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതിലെ ഏറ്റവും പ്രധാന കാര്യം കോടതി ഇപ്പോൾ ഇത് FIR ഇടാൻ വേണ്ടി പറഞ്ഞു, കേസ് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. അത് തന്നെ നമുക്ക് നീതി കിട്ടി, നീതിയുടെ വെളിച്ചം കണ്ടു എന്നുള്ളൊരു സന്തോഷമാണ് ഉണ്ടാവുന്നത്. ഇതിലെനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പൊതുസമൂഹത്തിനോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഭ്യന്തര വകുപ്പ് വളരെ കൃത്യമായിട്ട് ഇടപെടേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് ഇത് കാണണം. എന്തായാലും ഇത് ഇത്രയും മീഡിയ അറ്റൻഷൻ കിട്ടിയ ഒരു കാര്യമായതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഇത് അറിയാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതുപോലെ തന്നെ ഞാൻ ഇതിന് ശേഷം മറ്റൊരു പരാതി എനിക്കെതിരെ യൂട്യൂബിൽ അപകീർത്തിപരമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ വന്നു. അതിൽ പ്രധാനമായിട്ടും എനിക്കെതിരെ വളരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഒരു സ്ത്രീ ഇരുന്നിട്ട് എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ടീസർ, ട്രെയിലർ, പ്രീമിയർ, ഇതിലെന്താ സിനിമയാണോ പ്രദർശിപ്പിക്കുന്നത്? എന്നിട്ട് എനിക്കെതിരെ ആരോപണം നടത്തുന്ന ഈ വ്യക്തിഹത്യ നടത്തുന്ന ഈ വീഡിയോ ഞാൻ കണ്ടിട്ട് എനിക്ക് സങ്കടവും അത്ഭുതം വന്നു പോയത് നമ്മുടെ കേരളത്തിലാണ്. ടീസർ ഇടുന്നു, ട്രെയിലർ ഇടുന്നു, പ്രീമിയർ ചെയ്യുന്നു. ആ പ്രീമിയർ ചെയ്യുന്ന വീഡിയോയിൽ 4-5 പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഈ ആക്ഷേപം അത് ഇപ്പോഴും തുടരുന്നുണ്ടോ? അങ്ങനെ ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന നിമിഷവും അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല, അത് തുറന്നു പറഞ്ഞു. ഇപ്പോഴും അങ്ങനെ അപകീർത്തിപ്പെടുത്തൽ തുടരുന്നുണ്ടോ ഈ കേന്ദ്രങ്ങളിൽ നിന്നും? ഇനി ഒരു വ്യക്തിയെ കുറിച്ച് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് അപമാനിക്കാൻ പറ്റുക? താങ്കൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. കേരളത്തിലുള്ള ഒരുപാട് പേര്, മെജോറിറ്റി ആളുകൾ ഇത് കണ്ടിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു വ്യക്തി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ആക്ഷേപിക്കാൻ പറ്റുക? അതിനാണ് ടീസറും ട്രെയിലറും പ്രീമിയറും ഒക്കെ ചെയ്തിരിക്കുന്നത്. ആ പ്രീമിയർ ചെയ്ത വീഡിയോയിൽ 4-5 പരസ്യമാണ് വന്നിരിക്കുന്നത്. 4-5 പ്രമുഖ ബ്രാൻഡുകളുടെ പരസ്യം പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ആ ബ്രാൻഡുകളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾക്ക് അറിയാമായിരുന്നോ ഒരു പെൺകുട്ടിയെ തേജോവധം ചെയ്യുന്ന വീഡിയോയിലാണ് നിങ്ങൾ പരസ്യം കൊടുത്തിരുന്നതെന്ന്? അത് അറിഞ്ഞുകൊണ്ടായിരുന്നു അവർ പരസ്യം കൊടുത്തതെന്ന്. കാരണം ഇതിന് ഇത്ര വ്യൂസ് കിട്ടും എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ പ്രൊമോഷൻ പോയിട്ടുണ്ടാവുക. അത് അവരറിയാതെയാണോ അവർ ആ പരസ്യം കൊടുത്തിട്ടുള്ളത് ആ വീഡിയോയ്ക്ക് വേണ്ടി? ഈ ഭയങ്കര വേദനയും സങ്കടവും. ആസൂത്രിത നീക്കമാണ് നടന്നതെന്നാണ് വിശ്വസിക്കുന്നത് അൻസിബ. ഇതില് അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് മനസ്സിലാവില്ലേ അതാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന്? എനിക്ക് ഏറ്റവും ലജ്ജാകരമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ, ഒരു പെൺകുട്ടിയെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു വീഡിയോ ടീസർ ഇട്ടിട്ട് ഇതിന്റെ
ഫുൾ വീഡിയോ ഞങ്ങൾ അടുത്ത ദിവസം ഇറക്കുന്നതായിരിക്കും, അതിന്റെ പാർട്ട് 2 അതിന്റെ നെക്സ്റ്റ് ഡേ ഇറക്കുന്നതായിരിക്കും എന്നൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറക്കിയ വീഡിയോ ആണ്. അപ്പൊ നാളെയും ഇതുപോലെ മറ്റുള്ളവരെ അപമാനിക്കില്ലേ? അപ്പൊ അതിനെതിരെ ഒരു കേസ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നവർക്ക് അവർക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അവർക്ക് കേസ് ഉണ്ടാവില്ല, ആരെക്കുറിച്ചും എന്ത് വേണമെങ്കിലും വിളിച്ചു പറഞ്ഞ് അവരെ സമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരാക്കി മാറ്റാം എന്ന് ചിന്തിക്കുന്നവർക്ക് പ്രചോദനമല്ലേ കൊടുക്കുന്നത്? അപ്പോൾ അവിടെ ഇനി കോടതി നിർദ്ദേശപ്രകാരം അൻസിബയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ സംഘത്തിന് മുൻപിലേക്ക് അവതരിപ്പിക്കാൻ കഴിയും, കേൾക്കേണ്ടി വരും അൻസിബയെ. അപ്പോൾ FIR കേസ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പുതിയ എന്തെങ്കിലും തെളിവുകൾ നേരത്തെ നൽകിയതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ പോലീസിനോടോ മറ്റോ തെളിവുകൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ രേഖകൾ എന്ന രീതിയിൽ എന്താണ് ഇനി നൽകാനുള്ളത്? എന്റെ കയ്യിലുള്ള രേഖകളെല്ലാം എന്റെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷെ ഇതിലൊരു വിരോധാഭാസം എന്ന് പറയുന്നത് തൃപ്പൂണിത്തറ വനിതാ സെല്ലിൽ ഞാൻ നേരിട്ട വ്യക്തിഹത്യയുണ്ട്, മാനസിക പീഡനമുണ്ട്. അതിനെതിരെ ഞാൻ കൊടുത്തൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയിൽ എന്നെ മൊഴി എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞ മൊഴി അതിൽ രേഖപ്പെടുത്തുകയും ആ മൊഴിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടിൽ രേഖപ്പെടുത്താതെയുമാണ് വന്നിരുന്നത്. അങ്ങനെ ഇരിക്കെ ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ കൊടുത്ത മൊഴി റിപ്പോർട്ടിൽ വന്നിട്ടില്ല. ഞാൻ കൊടുത്ത മൊഴിയിൽ ചില കാര്യങ്ങൾ റിപ്പോർട്ടിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു കാര്യമേ അൻഷിബ മൊഴിയിൽ പറഞ്ഞില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എങ്ങനെയാണ് അങ്ങനെ എഴുതാൻ പറ്റുക? അപ്പൊ മൊഴി പകർപ്പും ഈ റിപ്പോർട്ടിന്റെ പകർപ്പും വെച്ച് നോക്കിയാൽ തന്നെ സാധാരണ എഴുതാനും വായിക്കാനും അറിയുന്ന ഒരാൾക്ക് പോലും മനസ്സിലാവുന്ന കാര്യമാണത്. വിരോധമാണ് എഴുതിയിരിക്കുന്നത്. അതാണ്. പക്ഷെ കോടതി ഇടപെട്ടത് കൊണ്ട് മുൻപുണ്ടായിരുന്ന രീതിയിൽ തന്നെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതേ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ എനിക്ക് ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ സഞ്ചരിക്കേണ്ടി വരും. ഭാഗ്യവശാൽ നമുക്ക് ഇവിടെ ഒരു വലിയ നീതിന്യായ വ്യവസ്ഥയുണ്ട്. പരമോന്നത കോടതിയെ സമീപിക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മളെപ്പോലെയുള്ള എല്ലാ മനുഷ്യന്മാരുടെയും ഒരു സമാധാനം. എന്തായാലും കോടതിയിലേക്ക് പോകുമ്പോൾ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ? കാരണം അഭിഭാഷകരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ ഒരു ആത്മവിശ്വാസം നൽകിയിരുന്നോ? അത്രയും ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് സഞ്ചരിച്ചത്. കാരണം എന്റെ കയ്യിലുള്ള രേഖകളും ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയുന്ന, ഇതിനെ പറ്റി കേസുകളെ പറ്റി ഒക്കെ അറിയുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇത് തീർച്ചയായിട്ടും FIR ഇടേണ്ട ഒരു കേസാണ് എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ പോലും എത്ര തവണയാണ് എന്റെ പരാതി തള്ളിയത്? അൻഷിബ കൊടുത്ത പരാതിയിൽ കഴമ്പില്ല, ഇതായിരുന്നു വന്നുകൊണ്ടിരുന്ന ന്യൂസ്. അപ്പോൾ കഴമ്പില്ലാത്ത പരാതികൾ കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറി, എന്തിനും പരാതി കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറി അൻഷിബ. അതല്ല സത്യം. എനിക്ക് നേരെ അനീതി നടന്നപ്പോൾ ഞാൻ പരാതി എന്നെ കൊടുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ സത്യം പറയാലോ, ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ടോക്ക് എവിടെന്നെങ്കിലും അങ്ങനെ എന്തെങ്കിലും ശ്രമം നീക്കം ആരെങ്കിലും കോംപ്രമൈസ് ടോക്കിന് വേണ്ടിയിട്ട് അഡ്വോ കമ്മിറ്റിയിൽ നിന്ന് MLA ആയിട്ടുള്ള ശ്രീ രമേശ് പിഷാരടി ചേട്ടൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം സംസാരിച്ചപ്പോഴും നല്ല രീതിയിൽ ഇത് എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ന്യായം എനിക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല കേട്ടോ, അദ്ദേഹത്തിന് ഞാൻ ഇതിൽ തെറ്റ് പറയുന്നില്ല. അദ്ദേഹം ഒരുപാട് തവണ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു അന്യായം നടക്കുമ്പോൾ അത് അന്യായമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടും ഈ ആരോപണ വിധേയനായിട്ടുള്ള ആള് എന്റെ ഭാഗത്തു നിന്ന് മാപ്പ് എഴുതി നൽകണം, അല്ലെങ്കിൽ ഞാൻ പരാതിയുമായിട്ട് പോവില്ല എന്നൊക്കെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ജീവിക്കുന്നത് എവിടെയാണ്? ഞാൻ ഈ സമൂഹത്തിലൊന്നും ജീവിക്കുന്ന ഒരാളല്ലേ. എനിക്ക് എല്ലാവരെ പോലും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ള ഒരാളാണ് ഞാൻ. എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ചോദ്യം ചെയ്താൽ എനിക്കത് ചോദ്യം ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ചോദ്യം ചോദിക്കുമ്പോഴും പരാതി കൊടുക്കുമ്പോഴും അത് എടുക്കാൻ തയ്യാറല്ല അല്ലെങ്കിൽ തയ്യാറാവാത്ത ഒരു പോലീസ് ഉണ്ടാവുന്ന സമയത്താണ് വേദന. തീർച്ചയായിട്ടും എനിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിന്റെ അടുത്ത് എന്റെ റിക്വസ്റ്റ് ആണ്, രമേശ് ചെന്നിത്തല സാറ് തൂഫാൻ നടപ്പാക്കുന്നതിനോടൊപ്പം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സാധാരണക്കാർ പരാതിയുമായിട്ട് വരുമ്പോൾ പരാതി എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. മാധ്യമങ്ങളും കൂടെ ഇതിൽ ശ്രദ്ധ ചെലുത്തണം എന്നാണ് എന്റെ അപേക്ഷ. യെസ്, വളരെയധികം നന്ദി അൻസിബ പ്രതികരിച്ചതിന്. അൻസിബയുടെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം വരികയാണ്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ നിർദ്ദേശം നൽകിയത്.